അപ്പോൾ അതാ നിങ്ങളുടെ റൗണ്ട് ടേബിൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ ഒരു പ്രോപ്പർട്ടി കൊണ്ടുവരും. അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതിയിട്ടിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ നിന്ന് ഒരു പേപ്പർ എടുക്കുക. അത് തുറന്ന് വായിക്കുമ്പോൾ അതിൽ എന്ത് ടോപ്പിക്കാണോ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് അമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കണം. മകൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന സംശയങ്ങൾ അമ്മയടുത്ത് തുറന്ന് ചോദിക്കുക. തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ് ഇന്ന് നമ്മളിവിടെ റൗണ്ട് ടേബിൾ ടാസ്കിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ റെഡി അല്ലേ? റെഡി. സോ പ്രോപ്പർട്ടീസ് വരട്ടെ. ഓക്കെ, ഇതാ അപ്പം പ്രോപ്പർട്ടീസ് വന്നിരിക്കുകയാണ്. പ്രോപ്പർട്ടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഏതാന്ന് വെച്ചാൽ എടുത്തോളൂ. നന്നായിട്ട് ഷഫിൾ ചെയ്ത് എടുത്തോളൂ. ഓക്കെ, വായിച്ചോളൂ. ടീനേജ് ലവ്. ടീനേജ് ലവ് എന്നൊരു ടോപ്പിക്കാണ് കിട്ടിയിരിക്കുന്നത്. സോ ഈ ടീനേജ് ലവിനെ കുറിച്ച് അമ്മ മകൾക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് നമുക്കറിയാം. ഓക്കെ, യെസ്, ഇരിക്കും. അമ്മ ഇപ്പം ഇവിടെ പറയാൻ പോകുന്നത് ടീനേജ് ലവിനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ലവ് എന്ന് മാത്രം പറയാത്തത്? ടീനേജ് ലവ് എന്ന് പറയുന്നത് നിനക്കറിയോ എന്താ? നമ്മളിപ്പം ടീനേജ് എന്ന് പറയുമ്പോൾ നീ ഒരു കുഞ്ഞു ആവയാണോ കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, നീ ഒരു വലിയ ആളാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അതിനിടയിലുള്ളൊരു സമയമാണ്. ഇമോഷണലി നമ്മൾ ഭയങ്കര വീക്കായിട്ടുള്ളൊരു സമയമാണ്. അപ്പം ആ സമയത്തുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ നിനക്ക് തോന്നും ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ കറക്റ്റാണെന്ന് തോന്നും. പക്ഷേ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ് ഇല്ലാത്തൊരു സമയമാണ്. നിങ്ങളെ മൈൻഡിനായാലും എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതായാലും ഒരു ബാലൻസ് ഇല്ലാത്തൊരു സമയമാണ്. ഈ സമയത്ത് നമുക്ക് ഇൻഫാക്ച്വേഷൻസ്, അട്രാക്ഷൻസ്, അങ്ങനെ പലതും ഉണ്ടാവും. അതൊക്കെ നാച്ചുറലാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതൊന്നും തെറ്റുമല്ല. അപ്പോൾ ഇത് ടീനേജിലാവുമ്പോഴാണ് അത് നിനക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. നീ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഒരുപാടല്ല, നീ എന്നോട് ഷെയർ ചെയ്യാത്ത കാര്യങ്ങളില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യം കൂടി നീ എന്നോട് ഷെയർ ചെയ്യാറുണ്ട് ഇല്ലേ? കുറച്ച് ദിവസം മുന്നേ നീ എനിക്കൊരു മെസ്സേജ് കാണിച്ചു തന്നു. എന്തായിരുന്നു മെസ്സേജ്? നിൻ്റെ ഫ്രണ്ട്സാണോ എനിക്ക് ആരാണോ എന്ന് എനിക്കറിയില്ല. നിനക്ക് അയച്ച മെസ്സേജസിൽ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ? പക്ഷെ നിനക്ക് എന്തുകൊണ്ടാണ് അത് എന്നെ കാണിക്കാൻ തോന്നിയത്? ബിക്കോസ് അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന എനിക്ക് അറിയുന്നതിനെ കൊണ്ട് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ നിനക്ക് എന്ത് മനസ്സിൽ തോന്നിയാലും, ഇപ്പം നിന്നോടൊരാൾക്ക് എന്തെങ്കിലും തോന്നിയാൽ, നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു എഫെക്ഷനോ അട്രാക്ഷനോ കൂടുതൽ തോന്നിയാലും നീ ഫസ്റ്റ് എൻ്റെ മുഖമാണ് നിനക്ക് മനസ്സിൽ വരുന്നത്. ഞാൻ അമ്മേൻ്റെ അടുത്ത് ഷെയർ ചെയ്യട്ടെ തോന്നുന്നുണ്ട് അല്ലേ? അപ്പം ഇനി മുന്നോട്ട് അതുപോലെ തന്നെ വേണം. എന്ന് വെച്ചാൽ എപ്പോഴും നിൻ്റെ എല്ലാ കാര്യത്തിനും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനേ കൂടെ നിന്നിട്ടുള്ളൂ. കറക്ഷൻ അച്ഛനാണെങ്കിൽ കുറച്ചൊരു സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് നീ ഫസ്റ്റ് എൻ്റെ അടുത്താണ് പറയുക കാര്യങ്ങളൊക്കെ. ഇങ്ങനത്തെ കാര്യങ്ങളിൽ അച്ഛന് കുറച്ച് ടെൻഷനുണ്ട്. കാരണം കുറേ നിന്നെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നിൻ്റെ കാര്യങ്ങൾ നീ തന്നെയാണ് കുറേ നോക്കാറ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ നീ തന്നെ ഹാൻഡിൽ ചെയ്യണം എന്ന് അച്ഛൻ പറയാറുണ്ട് അല്ലേ? അങ്ങനെയൊന്നും വഴിമാറി പോകരുത്. ഈ ടീനേജിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ മോക്ക്? ഈ ലവ് എന്നുള്ള പേരിൽ നടക്കുന്നത് എന്താ പറയുക, ഡേറ്റിംഗ്, അതുപോലെ തന്നെ സീക്രട്ട് സെക്സ്, പ്രഗ്നൻസി, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷെ അത് മുന്നോട്ടുള്ള ഭാവിയിൽ ഇപ്പം ആ ടീനേജിൽ വരുന്ന ആ കുട്ടിക്ക് മാത്രമല്ല അവരുടെ ഫാമിലിനെ കൂടി ബാധിക്കുന്നുണ്ട്. എത്ര സ്വപ്നം കണ്ടിട്ടാണ് ഒരു ഫാമിലി ഒരു കുട്ടീനെ വളർത്തിയെടുക്കുന്നത്? എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുക? ആ സ്വപ്നങ്ങളൊക്കെ പെട്ടെന്ന് ഈ ഒരു കാര്യം കൊണ്ട്, ഒരു ഇമ്മച്വർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് കൊണ്ട് തകർന്നു പോവാണ് എല്ലാവരും. ലവ് ഒന്നും വേണ്ടാന്നല്ല, ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമുണ്ട്. നീ എപ്പോഴാണോ നീ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നത് എപ്പോഴും. പിന്നൊരു കാര്യം ഞാൻ എപ്പോഴും നിന്നോട് പറയാറുണ്ട്, നമ്മളെപ്പോഴും എന്ത് റിലേഷൻഷിപ്പ് ഉണ്ടാവുകയാണെങ്കിലും ഹെൽത്ത് റിലേഷൻഷിപ്പ് ആയിരിക്കണം നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾക്കൊരു ട്രൂ ലവ് ഉണ്ടെങ്കിൽ അവരൊരിക്കലും നമ്മളെ ഒരു മിസ്യൂസ് ചെയ്യേ അല്ലെങ്കിൽ നമ്മളെ ഫോഴ്സ് ചെയ്യേ അങ്ങനെയൊന്നും ആരും ചെയ്യില്ല, ട്രൂ ലവ് ആണെങ്കിൽ. പക്ഷേ അതൊരു വേറെ രീതിയിലേക്കാണ് പോകണമെങ്കിൽ നീ അത് മനസ്സിലാക്കണം. നോ പറയേണ്ടടുത്ത് നീ നോ പറയണം. അല്ലാതെ അവിടെ നിൻ്റെ ഇമോഷൻസ് മാത്രം വെച്ച് നീ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. പിന്നെ സെൽഫ് റെസ്പെക്റ്റ്, അത് നീ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. എപ്പോഴും നിൻ്റെ മനസ്സിൽ അത് ഉണ്ടായിരിക്കണം. പിന്നെ നിനക്കറിയാം എനിക്ക് നീയും ചെറിയ വാവയും ആണുള്ളത്. അപ്പം വാവയ്ക്ക് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അവളെ നമുക്ക് എവിടെ വരെ എത്തിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. പക്ഷെ നമ്മളെ പ്രതീക്ഷ മുഴുവൻ നിന്നില്ല.
എപ്പോഴും അമ്മ പറയാറുണ്ട്. നീയാണ് ഞങ്ങളെ പ്രതീക്ഷ. ഒരിക്കലും അത് വിട്ട് ചിന്തിക്കാൻ പാടില്ല. എല്ലാ കാര്യത്തിലും നീ എന്നെക്കാളും ചിലപ്പോൾ മെച്ചുവറായിട്ട് നീ പെരുമാറാറുണ്ട്. അപ്പം ഈ ഒരു കാര്യം വരുമ്പോഴും നീ അങ്ങനെ തന്നെ നീ ചിന്തിക്കണം. നിന്റെ മൈൻഡ് മാറിപ്പോവരുത്. എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇൻഡിപെൻഡൻ്റ് ആവുക. ഏതൊരു അച്ഛനും അമ്മയും മക്കൾ നല്ല രീതിയിൽ വളരണം, അല്ലെങ്കിൽ അവർക്ക് സക്സസ് ഉണ്ടാവണം, അവർ ഹാപ്പി ആവണമെന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ, അല്ലേ? അത് കഴിഞ്ഞേ ബാക്കി പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നവർ ചിന്തിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും നീ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. നിൻ്റെ മേൽ ഞങ്ങൾക്കും നല്ല ട്രസ്റ്റ് ഉണ്ട്. അത് നീ കീപ്പപ്പ് ചെയ്യണം. കീപ്പപ്പ് ചെയ്യില്ലേ? ചെയ്യും. എനിക്ക് സത്യം പറഞ്ഞാൽ നിന്നെപ്പോലൊരു മോളെ കിട്ടിയത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് നീ ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളെ കൂടെ നിൽക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും തളർന്നു പോകുമ്പോഴും നീയാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്നത്. അച്ഛനാണെങ്കിലും എനിക്കാണെങ്കിലും എപ്പോഴും നീയാ ഞങ്ങളെ പ്രതീക്ഷയൊക്കെ നീയാണ്. എപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിനക്ക് ഞങ്ങളുടെ അടുത്ത് തുറന്ന് പറയാം. എന്താണെങ്കിലും ആ രീതിയിൽ ഞാൻ ഇതുവരെ എടുത്തിട്ടുള്ളൂ, അല്ലേ? അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നീ മുന്നോട്ട് പോവാൻ. നിനക്കെന്തേ പറയാനുണ്ടോ? ഐ ലവ് യു.